നിങ്ങൾ എന്നും രാവിലെ കുടിക്കുന്ന ഒരു കപ്പ് കാപ്പി ഉണ്ടല്ലോ, അതിലേക്ക് വെറും 1-2 ഗ്രാമ്പു ചേർത്ത് കുടിച്ചു നോക്കി നോക്ക്. നമ്മൾ നോർമലായിട്ട് കുടിക്കുന്ന ഈ കാപ്പിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ശരീരത്തിലെ ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഗുണങ്ങളൊക്കെ നൽകുന്ന ഒരു കാപ്പിയായിട്ട് അത് മാറുകയാണ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കോഫിയിൽ നമ്മൾ ഈ ഗ്രാമ്പു ചേർത്ത് കുടിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഈ ഗുണങ്ങൾ ലഭിക്കുന്ന രീതിയിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക പ്രോപ്പർ ആയിട്ട്, ആരൊക്കെ ഇത് കുടിക്കണം, ആരൊക്കെ ഇത് ഒഴിവാക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് അല്ലേ. മെഡിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാമ്പൂവിൽ യൂജിനോൾ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്റി മൈക്രോബിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഗ്രാമ്പൂ. നേരെ നമ്മൾ കാപ്പിയിലേക്ക് വരികയാണെങ്കിൽ കാപ്പിയിൽ ക്ലോറോജെനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കോമ്പിനേഷൻ ആകുന്ന സമയത്ത് ആന്റി ഓക്സിഡൻസിന്റെ കോമ്പിനേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആകുകയാണ് ചെയ്യുക. ഈ ഒരു കോമ്പിനേഷൻസിന്റെ ഗുണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഫ്രീ റാഡിക്കൽസ് നന്നായിട്ട് കൂടുന്ന സമയത്ത് ശരീരത്തിലെ കോശങ്ങൾ പതുക്കെ പതുക്കെ കേടാകാനായിട്ട് തുടങ്ങും. ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാമ്പു അതുപോലെ തന്നെ കോഫിയുടെ കോമ്പിനേഷൻ റിച്ച് ആയിട്ട് നല്ലൊരു ആന്റി ഓക്സിഡൻസിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ ഒരു ആന്റി ഓക്സിഡൻസ് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇതൊരു മരുന്നല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ദഹനം. ഈ ഗ്രാമ്പു ഉണ്ടല്ലോ പരമ്പരാഗതമായിട്ട് നമ്മൾ പല ചികിത്സാ രീതികളും ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വയറിൽ എപ്പോഴും നന്നായിട്ട് ഗ്യാസ് കയറി നിൽക്കുക, വയറെപ്പോഴും നന്നായിട്ട് വീർത്തിരിക്കുക, ദഹനം നന്നായിട്ട് മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു കാര്യം കൂടിയാണ് ഗ്രാമ്പു. നിങ്ങളിപ്പോ കുറെ കാപ്പിയൊക്കെ കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് 1-2 ഗ്രാമ്പു ഇട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ദഹനത്തിനെ അതൊന്ന് ഈസി ആക്കും. കാരണം ചില ആളുകൾക്ക് കാണാൻ പറ്റും കാപ്പി കുടിക്കുന്ന സമയത്ത് വയറിലൊരു ബ്ലോട്ടിങ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഒന്ന് ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത്തരം കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഈ ഗ്രാമ്പു ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഈസിയാണ് നമ്മുടെ ദഹനത്തിന്. ഇനി ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ വീഡിയോയുടെ അവസാനം എന്തായാലും പറയുന്നുണ്ട്. കാരണം എല്ലാ സമയത്തും ഈ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഫലം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മൂന്നാമത്തെ ഒരു ഗുണമാണ് രക്തത്തിലത്തെ പഞ്ചസാരയുടെ അളവ്, ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാനും ഇത് കുറച്ചൊക്കെ ഒന്ന് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഗ്രാമ്പൂല് കണ്ടുവരുന്ന യൂജിനോളും അതുപോലെ തന്നെ ഗാലിക് ആസിഡും കാപ്പിയിൽ കണ്ടുവരുന്ന ക്ലോറോജനിക് ആസിഡും ശരീരത്തിലത്തെ ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസത്തിനെ ഇത് കുറച്ചൊന്ന് സഹായിക്കും. പക്ഷേ ഇതൊരു ഷുഗറിനുള്ള ഒരു മരുന്നായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കാനായിട്ടും കൂടി നോക്കുക. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് കേട്ടോ. ഇതെങ്ങനെയാന്ന് നോക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇതിൽ അടങ്ങിയിരിക്കുന്ന യൂജിനോൾ, കാപ്പിയിൽ കണ്ടുവരുന്ന ക്ലോറോജനിക് ആസിഡും പോളിഫിനോൾസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിലത്തെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ നീർക്കെട്ടിനെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ മിതമായിട്ടുള്ള ഒരു അളവിലാണ് നിങ്ങളിപ്പോ കാപ്പി അല്ലെങ്കിൽ ഗ്രാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹാർട്ടിന്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷൻ കുറച്ചൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് എഗെയിൻ ഞാൻ പറയാണ്, അവസാനം ഞാൻ പറയുന്നുണ്ട്, അതും കൂടി നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ഇതിന്റെ ഗുണങ്ങൾ കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഇത് പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1-2 ഗ്രാമ്പു, കൂടുതലാകണ്ട, 1-2 ഗ്രാമ്പു ചതച്ചിട്ടിട്ടാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ചതച്ചിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ തിളപ്പിക്കാനായിട്ട് നോക്കുക. 5 മിനിറ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾ തിളപ്പിക്കരുത്. കാരണം അതിന്റെ യൂജിനോളിന്റെ ഘടകം കുറച്ചൊന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ 5 മിനിറ്റ് മാത്രം നിങ്ങൾ തിളപ്പിച്ചതിന് ശേഷം കുറച്ചൊന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കോഫി പൗഡർ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇറക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം പാലും പഞ്ചസാരയും ഒഴിവാക്കാനായിട്ട് നോക്കുക. നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കോഫിയും അതുപോലെ തന്നെ ഗ്രാമ്പും ഇത്ര മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പാലും പഞ്ചസാരയും ഒഴിവാക്കാനും കൂടി നോക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് എത്ര വട്ടം കുടിക്കണം എന്ന് നോക്കുകയാണെങ്കിൽ ദിവസത്തില് ഒരു വട്ടമായിട്ട് നിങ്ങൾ കുടിക്കാനും കൂടി നോക്കുക. ഇപ്പൊ ഒരു കോഫി അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുകളാണ് ദിവസത്തിൽ 4-5 വട്ടമൊക്കെ കോഫി കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത്രയ്ക്കൊന്നും കുടിക്കരുത് കേട്ടോ. ദിവസത്തിൽ 2 വട്ടം മാത്രം കുടിച്ചാൽ മതി. പക്ഷേ ഒരു വട്ടം മാത്രം നിങ്ങൾ ഗ്രാമ്പൂ ഇട്ടിട്ട് കുടിക്കുക. രണ്ടാമത്തെ വട്ടം മാക്സിമം കുടിക്കുകയാണെങ്കിൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള കോഫി മാത്രം കുടിച്ചാൽ മതി. എഗെയിൻ പഞ്ചസാരയൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾ കഴിക്കാനും കൂടി ശ്രദ്ധിക്കും. ഇനി അവസാനമായിട്ട് ആരൊക്കെ ഇത് ഒഴിവാക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ബ്ലഡ് തിന്നിങ് പോലെയുള്ള മെഡിസിൻസ്, രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഈ ഗ്രാമ്പു കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നോക്കുക. കാരണം ഇതിലെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു
ഈ യൂജിനോളുടെ കണ്ടന്റിൽ, ഗ്രാമ്പൂവിന്റെ യൂജിനോളുടെ കണ്ടന്റിൽ ഒരു ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഈ ബ്ലഡ് തിന്നിങ് ഓൾറെഡി എടുക്കുന്നവരാണെങ്കിൽ ഇത് കുറച്ച് നിങ്ങൾക്കൊന്ന് പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇത് കഴിക്കാനായിട്ട് നോക്കുക. കൂടുതലായിട്ട് ഗ്രാമ്പൂ നമ്മൾ മസാലകളിലൊക്കെ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ്, ഇപ്പൊ നിങ്ങളുടെ വയറിൽ എന്തെങ്കിലും അൾസർ അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരു പുളിച്ചു തേട്ടി വരിക അല്ലെങ്കിൽ ഇവിടെ ഒരു എരിച്ചല് പോലെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളുകളും ഇത് ഒഴിവാക്കാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് കോഫിയുടെ ഉപയോഗം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. കൂടുതലായിട്ട് കോഫി കുടിക്കുന്നതിലൂടെ ഈ ഒരു അൾസറിന്റെ പ്രശ്നം കൂട്ടാനും ഇത്തരത്തിലുള്ള എരിച്ചില് പുകച്ചിലൊക്കെ നന്നായിട്ട് കൂട്ടാനുള്ള ചാൻസസും ഉണ്ട്. മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള്. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയിൽ ഗ്രാമ്പ് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കാതിരിക്കുക കേട്ടോ. അവസാനമായിട്ട് പറയാനുള്ളത്, കെഫീൻ സെൻസിറ്റിവിറ്റി ഫേസ് ചെയ്യുന്നവര്, ഇപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, ഉറക്കക്കുറവൊക്കെ ഫേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പരമാവധി കോഫിയുടെ ഉപയോഗം നന്നായിട്ട് കഴിക്കാതിരിക്കുക. കാരണം ഇത് കുറച്ചൊന്ന് നമ്മുടെ മൈൻഡിനെ കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് വെക്കുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കോഫി അല്ലെങ്കിൽ ചായ എന്ത് കാര്യം നിങ്ങൾ കുടിക്കുകയാണെങ്കിലും വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കരുത് കേട്ടോ. എന്റെ പല വീഡിയോസിലും, ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും പറയാറുണ്ട്. അപ്പൊ പല ആൾക്കാരും പറയും രാവിലെ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷമാണ് ചായയും കാപ്പിയൊക്കെ കുടിക്കാന്നുള്ളത്. ബട്ട് സ്റ്റിൽ നിങ്ങൾ വെള്ളം കുടിച്ചാലും നമ്മൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ വയറിൽ രാവിലെ ഉണ്ടല്ലോ ഒരു ആസിഡ് റിഫ്ലക്സ് കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് കാപ്പി ചായ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ റിഫ്ലക്സിനെ കുറച്ചൊന്ന് കൂട്ടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് വെറും വയറ്റിൽ ഒരിക്കലും നിങ്ങളിത് കഴിക്കരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചായ കാപ്പി പോലെയുള്ള കാര്യങ്ങൾ കുടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. പക്ഷെ ഒരിക്കലും വെറും വയറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിക്കാതിരിക്കുക. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഗ്രാമ്പു അതുപോലെ തന്നെ കോഫിയുടെ കോമ്പിനേഷൻ ഒരിക്കലും ഒരു മാജിക് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത് കേട്ടോ. നമ്മൾ നിത്യമായിട്ട് കഴിക്കുന്ന ഈ കാപ്പി കുറച്ചൊരു ആരോഗ്യ ഗുണമുള്ള ഒരു കാര്യമാക്കി മാറ്റി, അത്രയേ ഉള്ളൂ. അപ്പൊ നിത്യമായിട്ട് കോഫി കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ ഗ്രാമ്പു ഇട്ടിട്ട് കഴിക്കാനായിട്ട് നോക്കുക. മാക്സിമം ദിവസത്തിൽ 1-2 വട്ടം മാത്രം കഴിക്കുക. സ്ട്രോങ് കുറച്ചിട്ടും കൂടി കുടിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.